ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ രണ്ടാമത്തെ ചാപ്റ്റർ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് ചാപ്റ്റർ ക്വാളിറ്റി, അത് തീർന്നു. രണ്ടാമത്തെ ചാപ്റ്റർ അതിൽ മെറ്റീരിയൽസ് ആൻഡ് സെയിൽസ് മാനേജ്മെൻറ്റ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്പോൾ അതിൽ മെറ്റീരിയൽസ് വരുന്നുണ്ട്. മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? അതിൽ റോ മെറ്റീരിയൽ മാത്രമല്ല, നമ്മുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ട്, അങ്ങനെ കമ്പോണൻസ് ഉണ്ട്, സ്പെയർ പാർട്സ് ഉണ്ട്, പാക്കിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അതിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം. ആ ഒരു വിങ്ങാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പിന്നെ അതുപോലെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്, അതുപോലെ പർച്ചേസ് മെത്തേഡ്സുകൾ, ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്താണ്? മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ, the term materials refers to all those commodities which are used in the production of goods and rendering services. Raw materials, components, spares, packing materials and finished products are included in the list of materials. ഇത്രയാണ് മെറ്റീരിയൽസിൽ വരുന്ന കാര്യങ്ങൾ. പക്ഷേ അതിൽ മെയിനായിട്ട് റോ മെറ്റീരിയൽ തന്നെയാണ് മേജർ പോർഷൻ ഉണ്ടാവുക. മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the function of responsible for the coordination of planning, sourcing, purchasing, moving, storing and controlling materials in an optimum manner so as to provide pre-decided service to the customer at a minimum cost. ഇങ്ങനെയാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പ്ലാനിങ്, സോഴ്സിങ്, പർച്ചേസിങ്, പിന്നെ അത് മൂവിങ്, ഇൻറ്റേർണലായിട്ട് എക്സ്റ്റേണൽ, സ്റ്റോറിങ് ആൻഡ് കൺട്രോളിങ് മെറ്റീരിയൽസ് ഇൻ ഓപ്റ്റിമം മാനർ. എന്തൊക്കെയാണ് ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ആയിട്ട് അത് ഫുൾഫിൽഡ് ബൈ വേരിയസ് ഫങ്ഷനായിട്ട് നമുക്ക് പഠിക്കാം. ടോട്ടലായിട്ട് വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോകാം, നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാനുണ്ട്. മെറ്റീരിയൽ പ്ലാനിങ്, procurement of materials, receiving and warehousing, storage and store administration, inventory control, standardization, simplification and value analysis, external transportation and materials handling, disposal of scrap, surplus and obsolete materials. ഇത്രയാണ് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ ആയിട്ടുള്ളത്. നമുക്കിനി നോക്കാനുള്ളത് പുതിയ ഇതായിട്ട് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ ഇതാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യണം റോ മെറ്റീരിയൽ ആയാലും. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇൻ എനി ഇൻഡസ്ട്രി ബിഫോർ സ്റ്റാർട്ടിംഗ് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ, ദ പ്രൈം റിക്വയർമെൻറ്റ് ഈസ് ടു പ്രൊക്യൂർ റോ മെറ്റീരിയൽസ്, മെഷീനറി ആൻഡ് ടൂൾസ് that go into the production and other materials required for the maintenance work. നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ റോ മെറ്റീരിയൽ വേണം, അതിനേക്കുള്ള മെഷീനറി വേണം, അതുപോലെ ടൂൾസ് വേണം. അതോടൊപ്പം ഈ മെഷീനറികൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട മെറ്റീരിയൽസും കൂടെ ഉണ്ടായിരിക്കണം. അപ്പം നമ്മുടെ ഗ്രീസ്, ഓയിലിഡ്, അങ്ങനത്തെ സംഭവങ്ങൾ, ലൂബ്രിക്കൻറ്റുകൾ, ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. മെയിൻ്റനൻസും അതോടൊപ്പം ഇത്രയും ഉണ്ടെങ്കിൽ എന്നിട്ടേ നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങാൻ പാടുള്ളൂ. നമ്മൾ പർച്ചേസിലാണ് നമുക്ക് മാക്സിമം സേവ് ചെയ്യുമ്പോഴാണ് അതിൽ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുക. എന്താണെന്ന് വെച്ചാൽ റോ മെറ്റീരിയലിൽ കോസ്റ്റ് കുറയുമ്പോഴാണ് ഒരിക്കലും നമുക്ക് വർക്കേഴ്സിൻ്റെ ലേബർ കോസ്റ്റ് ഒരിക്കലും നമുക്ക് കുറയ്ക്കാൻ കഴിയില്ല. പക്ഷേ അതുമെന്ന് നമുക്ക് സേവ് ചെയ്യാൻ കഴിയില്ല. മാക്സിമം നമുക്ക് സേവ് ചെയ്യാൻ കഴിയുക എവിടെ നിന്നാണ്? റോ മെറ്റീരിയൽ ഇത് കുറയുമ്പോഴാണ് വാല്യൂ, അവിടുന്ന് സേവിങ് കിട്ടുമ്പോഴാണ് പ്രോഫിറ്റിൽ അത് പ്രതിഫലിക്കുക. ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്മോൾ ഇൻഡസ്ട്രി ആണെങ്കിൽ അവരുടെ സൂപ്രണ്ടാണ് കാര്യങ്ങളെല്ലാം ഇത് ചെയ്യുക. അവർ സ്റ്റോക്ക് രജിസ്റ്ററും കാര്യങ്ങളും എല്ലാം കീപ്പ് ചെയ്യുക സൂപ്രണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളെ വർക്ക്ഷോപ്പുകളൊക്കെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും സൂപ്രണ്ടിനായിരിക്കും അതിൻ്റെ ചാർജ്. അവിടെ മെറ്റീരിയൽ വാങ്ങുന്നതും പർച്ചേസും അവിടുത്തെ എല്ലാ ഇതും സൂപ്രണ്ടിൻ്റെ ഇതിലായിരിക്കും പർച്ചേസിങ് എല്ലാം നടക്കുക. അതുപോലെ ലാർജ് ഇൻഡസ്ട്രി ആണെങ്കിൽ അത് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ആയാൽ പോരാ, അത് കുറേ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് തന്നെ ലാർജ് ഇൻഡസ്ട്രിയിൽ, കാരണം കുറേ മറ്റു ഇൻഡസ്ട്രീസൊക്കെ
പർച്ചേസിങ് വരുന്നുണ്ടാവും. അപ്പം അതൊരു കോംപ്ലക്സ് നേച്ചറാവും. അപ്പോൾ അതൊരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് തന്നെ ഫോം ചെയ്യും. ഇനി ഒബ്ജക്റ്റീവ് ഓഫ് പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെയാണ് പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു മെയിൻറ്റെയിൻ റെഗുലർ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ്. എന്നാൽ കറക്റ്റ് ഫ്ലോ മെറ്റീരിയൽസ് എപ്പോഴും നമ്മുടെ പ്രൊഡക്ഷൻ ടൈം നടക്കുന്ന എല്ലാ സമയത്തും നമുക്ക് റോ മെറ്റീരിയൽ ഒന്നിൻ്റെ ഒരു കുറവുണ്ടാകാൻ പാടില്ല. കറക്റ്റ് സമയത്ത് കിട്ടണം. അതുപോലെ ലാഗാകാൻ പാടില്ല. പക്ഷേ എന്നാൽ അധികം വാങ്ങിയിടാനും പാടില്ല. നമ്മളെ ഇൻവെൻട്രി കോസ്റ്റ് കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അത് കറക്റ്റ് എപ്പോഴും ഒപ്റ്റിമം ഇതിലായിരിക്കണം നിൽക്കേണ്ടത്. രണ്ടാമത് പറയുന്നത് ടു പർച്ചേസ് അറ്റ് എ കോമ്പറ്റീറ്റീവ് പ്രൈസ് ദ റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് അറ്റ് എ റൈറ്റ് ടൈം ഫ്രം റൈറ്റ് സോഴ്സ്. ഇത്രയും കാര്യങ്ങൾ, കോമ്പറ്റീറ്റീവ് പ്രൈസ്, നമുക്ക് പാകത്വ വില, അതുപോലെ റൈറ്റ് ക്വാളിറ്റിയിൽ ഒരു ഇതുമില്ല, നല്ല ക്വാളിറ്റി, അതുപോലെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി സമയത്തിന് കിട്ടണം. കുറേ മുന്നേയും കിട്ടണ്ട, വൈകിയും കിട്ടാൻ പാടില്ല. കറക്റ്റ് ടൈമിലായിരിക്കണം കിട്ടുന്നത്. അതുപോലെ റൈറ്റ് സോഴ്സ്, നമ്മൾ എവിടെ നിന്നാണോ വാങ്ങുന്നത് കറക്റ്റ് നല്ല സോഴ്സിൽ നിന്നായിരിക്കണം. നമ്മളെ ഡിസ്റ്റൻസും എല്ലാം നോക്കണം. അധികം നമുക്ക് പെട്ടെന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ മെറ്റീരിയൽ നമ്മൾ കുറേ ലോങ്ങിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. മൂന്നാമത് പറയുന്നത് ടു എൻഷുർ ഹയർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഇത് നോക്കണം. ടു എൻഷുർ ദ പ്രൊഡക്ഷൻ ഓഫ് എ ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്ഷൻ അറ്റ് എ കോമ്പറ്റീറ്റീവ് കോസ്റ്റ്. ബെറ്റർ ക്വാളിറ്റി ആവണം. അതോടൊപ്പം നമുക്ക് മാർക്കറ്റിൽ നമ്മളത് സെയിൽ ചെയ്യുന്ന സമയത്ത് മറ്റ് ഇതിനായിട്ട് പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ആ കസ്റ്റമേഴ്സിനെ താങ്ങാവുന്ന ഒരു വിലയായിരിക്കണം. ടു ആക്ട് ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, വെറൈറ്റി റിഡക്ഷൻ ആൻഡ് വാല്യൂ അനാലിസിസ്. നമ്മൾ പല മെറ്റീരിയൽ ഒരേ സാധനം തന്നെ പല കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ പല സ്ഥലത്തുനിന്ന് പല സോഴ്സിൽ നിന്ന് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാം. അതിൻ്റെ ക്വാളിറ്റിയിൽ വേരിയേഷൻസ് ഉണ്ടാവാം, സൈസിലുണ്ടാവാം, ഷേപ്പിലുണ്ടാവാം. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്യണം, വെറൈറ്റികൾ കുറയ്ക്കണം, പിന്നെ വാല്യൂ എപ്പോഴും കീപ്പ് ചെയ്യണം. ടു എൻഷുർ ബെറ്റർ മാർജിൻ ഓഫ് പ്രോഫിറ്റ് നല്ലൊരു മാർജിൻ നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തണം. ഫങ്ഷൻസ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെയാണ് ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് അവൈലബിൾ ആൻഡ് റിലയബിൾ സപ്ലൈസ് ആൻഡ് പ്രൈസസ് ഓഫ് മെറ്റീരിയൽ. നമ്മൾ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ്, ഏതൊക്കെ കമ്പനിയിൽ നിന്നാണ് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക്, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങുന്നത്, അവരുടെ കോൺടാക്റ്റ് നമ്പർ, അവരുടെ പ്രൈസ്, അവരുടെ ഡീറ്റെയിൽസ് എല്ലാം, അവർ നമുക്ക് തരുന്ന ഡീറ്റെയിൽസ് എല്ലാം, അവരുടെ ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. To prepare an update list of materials required by different departments of the organization within a specified span of time. അപ്പോൾ നമ്മളൊരു നമ്മുടെ ഓർഗനൈസേഷനിലെ മറ്റ് അതർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കൊക്കെ പർച്ചേസിങ്ങിന് പല ആവശ്യങ്ങളുണ്ടാവും. അതെല്ലാം നമ്മൾ ഒരു സമയത്തേക്ക്, ഇപ്പോൾ ഒരു 6 മാസത്തേക്കോ അല്ലെങ്കിൽ 3 മാസത്തേക്കോ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ അത് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കണം. അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് അത് നമ്മൾ പോയി ലിസ്റ്റ് എടുത്ത്, അത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷനാണ്. അല്ലാതെ അവർക്ക് ആവശ്യം വരുമ്പോൾ നമ്മളോട് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോയി, ഗുജറാത്തിൽ പോയി നമ്മൾ സാധനം എടുക്കാൻ വേണ്ടി നമ്മളെ കമ്പനി ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇന്നലെ വന്നിട്ടുള്ളൂ, നാളെ വന്നിട്ട് നമുക്ക് മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു റിക്വയർമെൻറ്റ് പറയുകയാണ്. അപ്പം അതേ ഗുജറാത്തിൽ തന്നെ വീണ്ടും പോകണം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നമ്മളെ കയ്യിൽ അതിൻ്റെ ലിസ്റ്റ് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ സ്പാൻ ഓഫ് ടൈമിലുള്ള എല്ലാവർക്കും വേണ്ട സംഭവങ്ങൾ, വേണ്ട ലിസ്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പ്ലേസ് ആൻഡ് ഫോളോ അപ്പ് ദ പർച്ചേസ് ഓർഡേഴ്സ്. അപ്പോൾ നമ്മളൊരു സാധനം ഓർഡർ പ്ലേസ് ചെയ്യണം, അതോടൊപ്പം അതിൻ്റെ ഫോളോ അപ്പും നടത്തണം. അത് എവിടെ എത്തി, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്നുള്ള കറക്റ്റ്. കാരണം നമുക്ക് ഒത്തിരി കറക്റ്റ് ടൈമിൽ നമുക്ക് എത്തണം. പല മെറ്റീരിയൽസ് ഉണ്ടാവും, നേരത്തെ എത്താൻ പറ്റാത്ത മെറ്റീരിയൽസ് ഉണ്ടാവും. അതുപോലെ നമ്മളെ ഗോഡൗണ് ചിലപ്പോൾ കാലിയായിട്ടുണ്ടാവില്ല, അവിടെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവില്ല. അപ്പം അതെല്ലാം കറക്റ്റ് ടൈമിലും ഒക്കെയാണ് ചെയ്യേണ്ടത്. നാലാമത് പറയുന്നത് മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ഓൾ പർച്ചേസസ്. എല്ലാ പർച്ചേസിൻ്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാം. ടു മേക്ക് ഷുവർ ത്രൂ ഇൻസ്പെക്ഷൻ ദാറ്റ് റൈറ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ഹാസ് ബീൻ പർച്ചേസ്ഡ്. നമ്മൾ
പർച്ചേസ് ചെയ്ത മെറ്റീരിയൽ ഇൻസ്പെക്ഷൻ വരുത്തുക, ഉറപ്പ് വരുത്തുക നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണെന്നുള്ളത്. ടു ചെക്ക് ഇഫ് ദ മെറ്റീരിയൽ ഹാസ് ബീൻ പർച്ചേസ്ഡ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ഇക്കണോമിക്കൽ റേറ്റ്. നമ്മൾ കൃത്യസമയം അല്ല ശരിയായ സമയത്താണ് നമ്മൾ വാങ്ങിയത് എന്നുള്ളതും അതുപോലെ നമുക്ക് എക്കണോമിക് റേറ്റിലാണ് കിട്ടിയത് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം ചില സമയത്ത് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവാം, അപ്പോൾ കൂടുന്നതും കുറയും ഒക്കെ റേറ്റ് കൂടെ നോക്കണം. ടു പ്രിപ്പയർ പർച്ചേസിങ് ബഡ്ജറ്റ്. ഒരു പർച്ചേസിങ്ങിൻ്റെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് കിട്ടിയ കാശ് മുഴുവൻ പർച്ചേസിന് വേണ്ടി ചെയ്യുക. നമ്മൾ അത് എല്ലാത്തിലും ഒപ്റ്റിമം ഒരു ലെവൽ കീപ്പ് ചെയ്യുക. ടു എൻഷുർ ദാറ്റ് ദ പ്രോംപ്റ്റ് പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് ദ സപ്ലൈസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻസ്. നമ്മളെ സപ്ലൈസിനായിട്ട് നമ്മളൊരു നല്ല ബന്ധം നിലനിർത്തുക. അവരെ പേയ്മെൻ്റ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഒരു നല്ല ഇതിൽ പോകാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും നമുക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നല്ല റിലേഷൻ കീപ്പ് ചെയ്യാം. ഇനി മെത്തേഡ്സ് ഓഫ് പർച്ചേസിങ് ടെക്നിക്കാണ് പറയുന്നത്. നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് 7 ടൈപ്പ് മെത്തേഡ്സ് ഓഫ് പർച്ചേസിങ്ങിൽ അല്ലെങ്കിൽ ബൈയിങ് ടെക്നിക്സിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് പർച്ചേസിങ് ബൈ റിക്വയർമെൻറ്റ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കൊരു ഡിമാൻഡ് വന്നു അല്ലെങ്കിൽ ഒരു ആവശ്യം വന്നു, പ്രൊഡക്ഷൻ്റെ ഒരു ആവശ്യം വന്നു, അതനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന രീതിയാണ് പർച്ചേസിങ് ബൈ റിക്വയർമെൻറ്റ്. ദ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഫോർ എനി പെർട്ടിക്കുലർ ജോബ് ആർ പർച്ചേസ്ഡ് വെൻ ദ ജോബ് ഈസ് ഇൻ ഹാൻഡ്. ദിസ് മെത്തേഡ് ഈസ് suitable ഫോർ ദ ഇൻഡസ്ട്രീസ് ഹാവിങ് ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറവായ ഇൻഡസ്ട്രികൾക്കാണ് ഇത് പ്രയോജനപ്പെടുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്നാൽ നമ്മൾ വളരെ കുറച്ച് അല്ലെങ്കിൽ ഇത് വാങ്ങുന്ന മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ വിൽ നോട്ട് അഫക്റ്റ് ദ കോസ്റ്റിംഗ്. അങ്ങനെ എഫക്റ്റ് ചെയ്യുന്നില്ല. സ്മോൾ സ്റ്റോറേജ് സ്പേസ് വിൽ ബി റിക്വയർഡ്. നമുക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നില്ല, നമ്മൾ കിട്ടിയ ഉടനെ നമ്മളത് പ്രൊഡക്ഷൻ ചെയ്യുകയാണ്. ലെസ് ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് ലെസ്സാണ് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഡിസഡ്വാൻറ്റേജ് ദ സെല്ലിംഗ് പ്രൈസ് വിൽ ബി ഹയർ. എന്നാൽ നമുക്ക് ലാഭം പ്രോഫിറ്റ് കുറവായിരിക്കും. എന്നാൽ സ്മോൾ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ സഡൻ ഡിമാൻഡ് കനോട്ട് ബി മെറ്റ്. നമുക്ക് ഒരു പെട്ടെന്നൊരു അർജൻറ്റ് ഒരു ഡിമാൻഡ് വന്നു, ഒരു ഓർഡർ വന്ന സമയത്ത് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് വേണം അവർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആ സമയത്ത് നമുക്കത് ആ ഓർഡർ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ബാർഗെയിനിങ് ചെറിയ എമൗണ്ടിൽ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങുന്നതുകൊണ്ട് ബാർഗെയിനിങ് പോസിബിൾ അല്ല. രണ്ടാമത്തെ പർച്ചേസിങ് ഫോർ എ സ്പെസിഫിക് ഫ്യൂച്ചർ പീരീഡ്. ഒരു കുറഞ്ഞ കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് നമ്മളെ ഇൻഡസ്ട്രിയിൽ എത്ര റോ മെറ്റീരിയൽ വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനാവശ്യമായ മുഴുവൻ സാധനങ്ങൾ, ഒരു മാസത്തേക്ക് ആവശ്യം മുഴുവൻ റോ മെറ്റീരിയലിൻ്റെ സാധനങ്ങൾ നമ്മൾ വാങ്ങി വെക്കുക. അത് അല്ലെങ്കിൽ എത്രയാണോ ഒരു 3 മാസത്തേക്കാണോ അങ്ങനെ ഒരു സ്പെസിഫിക് ടൈം പീരീഡിലേക്ക് മുഴുവൻ വാങ്ങി വെക്കുക. പിന്നെ അത് തീരുമ്പോഴേക്ക് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്ക് അടുത്തത് വാങ്ങുക. അപ്പോൾ ഇതാണ് ഇങ്ങനെ ചെയ്യുന്ന മെത്തേഡാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഇതിനെയും കാര്യമായിട്ട് ബാധിക്കില്ല. വളരെ ഒരു വർഷത്തേക്കുള്ള അങ്ങനെ വലിയൊരു മുഴുവനായിട്ടൊന്നും നമ്മൾ വാങ്ങി വെക്കുന്നില്ല. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കുറവ് അധികം ഇല്ലാത്ത ഇനി വരാൻ പോകുന്നത് ഇതിലും കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങുന്നതാണ്. അപ്പോൾ ലെസ് സ്റ്റോറേജ് സ്പേസ്. ഇതിന് വളരെ കുറച്ച് അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള സ്റ്റോറേജ് സ്പേസ് അതിനെ നമ്മൾ കുറേശ്ശെ എടുത്ത് ഒരു മാസം കഴിയുമ്പോഴേക്ക് ആ സ്റ്റോറേജ് മുഴുവനായിട്ട് തീരും. അപ്പോൾ പുതിയത് വരും. പിന്നെ കോസ്റ്റ് അനാലിസിസ് ഈസിയാണ്. കാരണം എപ്പോഴെപ്പോഴും വാങ്ങുന്നതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ മാത്രം പർച്ചേസിങ് ചെയ്താൽ കോസ്റ്റ് അനാലിസിസ് എളുപ്പമായിരിക്കും. ദിസ് കനോട്ട് ബി അഡോപ്റ്റഡ് ഫോർ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇത് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് യൂസ് ചെയ്യുന്നില്ല. അതാണ് ഡിസഡ്വാൻറ്റേജസ് ആയി വരുന്നത്. മാർക്കറ്റ് പർച്ചേസിങ്. വെൻ ദ റോ മെറ്റീരിയൽസ് ആർ അവൈലബിൾ അറ്റ് ലോ പ്രൈസ് ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റീസ് ടു ഗെറ്റ് ഗ്രേറ്റർ മാർജിൻ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫിനിഷ്ഡ് ഗുഡ്. ஆனால் ഇപ്പം റോ മെറ്റീരിയലിന് ഏറ്റവും വില കുറഞ്ഞു നിൽക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ ആ സമയത്ത് മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണെങ്കിൽ നമ്മൾ ആ സമയത്ത് ബൾക്ക് പർച്ചേസ് നടത്തുക, ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുക. അപ്പോൾ എന്താണ് നമുക്ക് ഫിനിഷ്ഡ് ഗുഡായിട്ടുള്ള
ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല മാർജിൻ കിട്ടും, പ്രോഫിറ്റ്. ദിസ് ഈസ് സ്യൂട്ടബിൾ ഇൻ കേസ് ഓഫ് ഗുഡ്സ് ഇൻവോൾവിങ് മേജർ ഫ്ലക്ച്വേഷൻസ്. കാരണം എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ ഒക്കെ കേസിൽ ഇതാണ് ഏറ്റവും ബെറ്റർ. ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ആസ് പർച്ചേസിങ് ഈസ് ഡൺ ഇൻ ലോട്ട്സ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഈസ് ലെസ്. എന്നാൽ നമ്മൾ മൊത്തമായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്നാൽ എപ്പോഴും ഇത് ചെയ്യേണ്ട ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അങ്ങനത്തെ സംഭവമൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പ്രൊഡക്ഷൻ വിൽ ബി കണ്ടിന്യൂസ്, എപ്പോഴും പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. ബാർഗൈനിങ് പവർ വിൽ ബി മോർ ഡ്യൂ ടു ദ ബൾക്ക് പർച്ചേസസ്. മാർക്കറ്റിൽ എപ്പോഴും ഒരു സാധനം ഇപ്പോൾ ഒരു 100 രൂപയുള്ള സാധനമാണെങ്കിൽ നമ്മൾ അത്രയും ക്വാണ്ടിറ്റി എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ 100 രൂപേനെ ചീപ്പ് റേറ്റ് ആണെങ്കിൽ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ വീണ്ടും ബാർഗൈനിങ് ചെയ്യാം, അതൊരു 90 രൂപക്കൊക്കെ പറഞ്ഞ് ഉറപ്പിക്കാം. ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് ലാർജ് സ്പേസ് ഈസ് റിക്വയർഡ്. കാരണം ഇത്രയും ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് വേണം സ്റ്റോർ ചെയ്യാൻ. ഇഫ് ദ മാർക്കറ്റ് ടോപ്പിൾസ് ദർ ഈസ് എ ബിഗ് ലോസ്. കാരണം ചിലപ്പോൾ മാർക്കറ്റ് ഇതായി കഴിഞ്ഞാൽ നമുക്ക് നല്ല നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട്. ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഈസ് മോർ. അപ്പോൾ ഇത് വാങ്ങാനുള്ള ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൂടുതലാണ്. സ്പെക്കുലേറ്റീവ് പർച്ചേസിങ്. ദ പർച്ചേസ് ആർ മെയ്ഡ് നോട്ട് അക്കോർഡിംഗ് ടു requirements but they are made with a view that there will be a greater demand for the product in future. നമ്മൾ ഒരു ഊഹം വെച്ചിട്ട് വാങ്ങുകയാണ്, നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല പക്ഷേ പിന്നീടത് ആവശ്യപ്പെടുന്നുള്ള നല്ല ഡിമാൻഡുള്ള സാധനമാവും. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പർച്ചേസിന് പോയ സമയത്ത് അവിടെ നിന്ന് ഇത് കണ്ടപ്പോൾ അത് ഫുള്ളായിട്ട് വാങ്ങുകയാണ്, ഇതിന് നല്ല മാർക്കറ്റ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വാങ്ങുകയാണ്. അങ്ങനെ കാരണം ഇപ്പം അതിന് ഡിമാൻഡില്ല, പക്ഷേ നമ്മളത് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് പിന്നീടത് ഡിമാൻഡ് വരുന്നൊരു സീസൺ ഉണ്ടാവും, ആ സീസണിലേക്ക് ഉപകരിക്കുന്നുള്ള ഇതിൽ നമ്മൾ വാങ്ങുക, ഫ്യൂച്ചറിൽ ഉപകാരപ്പെടുന്നുള്ള. പർച്ചേസ് ആർ മെയ്ഡ് ഇൻ എക്സസ് ഓഫ് ആക്ച്വൽ റിക്വയർമെൻറ്റ്. ദിസ് ഈസ് നോട്ട് എ സയൻറ്റിഫിക് മെത്തേഡ്. ഇതൊരു സയൻറ്റിഫിക് മെത്തേഡ് അല്ല എന്നാണ് പറയുന്നത്. അഡ്വാൻറ്റേജ്, പ്രോഫിറ്റ് വിൽ ബി മോർ ഇഫ് ദ ഡിമാൻഡ് ഇൻക്രീസസ്. ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ആ സീസണിലേക്ക് വാങ്ങി വെച്ച സാധനം ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് പ്രോഫിറ്റും നമുക്ക് കൂടും. പ്രൊഡക്ഷൻ വിൽ ബി കണ്ടിന്യൂസ്. പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഡിസഡ്വാൻറ്റേജ്, മോർ ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്, മോർ സ്റ്റോറേജ് സ്പേസ് ഈസ് റിക്വയർഡ്. ഇഫ് ദ സ്പെക്കുലേഷൻ ഗോസ് റോങ് ദെൻ ദ പ്രോഫിറ്റ് ഓൺ ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഈസ് റെഡ്യൂസ്ഡ്. കാരണം നമ്മളെ സ്പെക്കുലേഷൻ തെറ്റിപ്പോയാൽ, നമ്മളെ ഈ ഊഹം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ മൊത്തം പ്രോഫിറ്റും നമ്മൾ ഒരു വലിയ നഷ്ടത്തിലേക്ക് നമ്മൾ കൂപ്പുകുത്തും. നമ്മൾ അത്രയും എമൗണ്ടിന് വാങ്ങിയ സംഭവം നമ്മൾ ആ സീസണിൽ നമ്മൾ വിചാരിച്ച അതിന് ഡിമാൻഡ് ഉണ്ടായില്ല എന്ന് വെക്കുകയാണെങ്കിൽ അത് മൊത്തമായിട്ട് നമ്മളെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകും. കോൺട്രാക്ട് പർച്ചേസിങ്. ഇത് പർച്ചേസിങ്ങിന് ഒരു ടീമിനായിട്ട് ജസ്റ്റ് നമ്മൾ പേര് പോലെ തന്നെ കോൺട്രാക്റ്റ് കൊടുക്കുക. അവർക്ക് എന്നും ഇന്ന മാസം ഇത്ര ക്വാളിറ്റിയുള്ള സാധനം ഇത്ര ക്വാണ്ടിറ്റി നമ്മളെ കയ്യിലെത്തിക്കണം എന്നുള്ള ഒരു കോൺട്രാക്റ്റ് ഒരു ടീമിന് കൊടുക്കുക. കോൺട്രാക്റ്റ് ആർ ഗിവൺ ടു സപ്ലൈസ് ഫോർ ലാർജ് എമൗണ്ട് ഓഫ് future requirement for a certain period subject to a review and cancellation with the appropriate period of notice. While calling quotation, the approximate quantity and time etc. are specified. എന്നാൽ അവർ എന്നും എല്ലാ മാസവും ഇത്ര എല്ലാം ഓരോ മാസവും ഇത്ര അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഇത്ര, അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഒരു ടീമിന് കൊടുക്കുകയാണ്. അവരെന്തായാലും ഇന്ന ക്വാളിറ്റിയുള്ള സാധനം ഇത്ര ക്വാണ്ടിറ്റി എന്നും നമ്മുടെ കമ്പനിയിൽ എത്തിച്ചു തരാമെന്നോ അല്ലെങ്കിൽ നമുക്ക് വേണമെന്നോ അവരോട് പറയാം. ഇതിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് പർച്ചേസിംഗ് എന്ന് പറയാം. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് അവോയ്ഡ് നെസസറി ഫോർ കീപ്പിംഗ് സ്റ്റോക്സ്. രണ്ടാമത്, ദ പർച്ചേസ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ആൻഡ് ദ സപ്ലൈ എൻഷ്യൂർഡ്. No time is needed to be wasted in calling quotations and finalizing the purchases. നമുക്ക് ഓരോ സമയത്തും പർച്ചേസ് കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും കൊട്ടേഷൻ വിളിക്കേണ്ട ആവശ്യമില്ല. അവരായിട്ട് ആ കോൺട്രാക്റ്റ് കൊടുത്ത ടീം എപ്പോഴും ഇവിടെ എത്തിക്കോളും. അപ്പോൾ നമുക്ക് കൊട്ടേഷൻ ഫൈനലൈസ് ചെയ്യാൻ അങ്ങനത്തെ കൊട്ടേഷൻ വിളിക്കുക അത് ഫൈനലൈസ് ചെയ്യാൻ അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് സമയത്തിന് എപ്പോഴും സാധനം ഇവിടെ എത്തിക്കോളും. Normally, during the period of contract, there is no change in the price range. കോൺട്രാക്റ്റിൽ ഒരു പ്രൈസ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പം മാർക്കറ്റിൽ കൂടിയാലും ചിലപ്പോൾ നമുക്ക് ആ കുറഞ്ഞ റേറ്റ് നമ്മൾ ഉറപ്പിക്കുന്ന സമയത്തുള്ളതിനെ കിട്ടും. ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് റിലീവ്ഡ് ഫ്രം ദ റുട്ടീൻ വർക്ക്. കാരണം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ ഒരു കോൺട്രാക്റ്റ് കൊടുക്കുന്നതുകൊണ്ട് കുറേ തലവേദന അല്ലെങ്കിൽ കുറേ വർക്കുകൾ അവരുടെ അടുത്ത് നിന്ന്
അവർക്ക് റിലീഫ് കിട്ടും. ഡിസഡ്വാൻറ്റേജ്: ദ സപ്ലൈ മെ നോട്ട് ബി റെഗുലർ ആസ് ഇറ്റ് ഔട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. എന്നാൽ ഇവരെ സപ്ലൈ റെഗുലർ അല്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബുദ്ധിമുട്ടിലായിപ്പോവും. എന്നാൽ കോൺട്രാക്റ്റുകാർക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അവർ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. സെൻട്രൽ പർച്ചേസ് ഓർഗനൈസേഷൻ മേക്സ് ദ ഡയറക്റ്റ് ഡീലിംഗ് വിത്ത് ദ മാനുഫാക്ചേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ദ മെറ്റീരിയൽസ് ടു സെക്ഷൻ വൈസ് സ്റ്റോർ. ആണ് ഡയറക്റ്റായിട്ട് മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു സെൻട്രൽ പർച്ചേസ് ഓർഗനൈസേഷൻ വഴി നമ്മൾ സാധനങ്ങൾ നമ്മുടെ കമ്പനിയിലേക്ക് പർച്ചേസ് ചെയ്യുന്ന ഇതിനെയാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എ സ്ട്രിക്റ്റ് കൺട്രോൾ ആൻഡ് ചെക്ക് ഈസ് പോസിബിൾ, ദെർഫോർ ദർ വിൽ ബി എ ലിറ്റിൽ ചാൻസ് ഓഫ് മാൽ പ്രാക്ടീസ്. കാരണം ഇതിനുള്ള ചാൻസ് ഉണ്ട്, മാൽ പ്രാക്ടീസിനുള്ള ചാൻസ് കുറവാണ്. ദർ വിൽ ബി എ ലിറ്റിൽ ചാൻസ് ഓഫ് മാൽ പ്രാക്ടീസ്. കാരണം അതിൻ്റെ ഇടയിൽ ഇടനിലക്കാരില്ലാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കിട്ടുകയാണ്. ഇറ്റ് ക്യാൻ ഹാവ് ഡയറക്റ്റ് ഡീലിംഗ് വിത്ത് ദ മാനുഫാക്ചർ, ക്യാൻ ഗെറ്റ് തിങ്സ് ആസ് പെർ സ്പെസിഫിക്കേഷൻ. കറക്റ്റ് സ്പെസിഫിക്കേഷനിൽ നമുക്ക് വേണമെങ്കിൽ അവർ ചെയ്തു തരും. വെൻ ദ സെൻട്രൽ സ്റ്റോഴ്സ് മേക്സ് എ പർച്ചേസ് ഇറ്റ് ഈസ് എ ലാർജ് സ്കെയിൽ, നാച്ചുറലി ഇറ്റ് ക്യാൻ ഒബ്റ്റെയിൻ എ ഗുഡ് ബാർഗെയിൻ ആൻഡ് തിങ്സ് വിൽ ബി ചീപ്പർ. കാരണം നമ്മൾ കമ്പനീനായിട്ട് ഡയറക്റ്റ് ആയതുകൊണ്ട് ഇവർക്ക് ബാർഗെയിനിങ്ങുള്ള ഓപ്ഷന് പിന്നെ ലാർജ് സ്കെയിലിൽ നമ്മൾ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ചീപ്പറിൽ സാധനം കിട്ടും. ഡിസഡ്വാൻറ്റേജ്: ദർ വിൽ ബി എ ഡിലേ ഇൻ ദ ഗെറ്റിംഗ് മെറ്റീരിയൽസ് ഫ്രം ദ സെൻട്രൽ സ്റ്റോർ ടു ദ സെക്ഷണൽ സ്റ്റോർ. കാരണം മൊത്തം നമ്മളെ കമ്പനിക്ക് മൊത്തം സാധനം സെൻട്രൽ സ്റ്റോറിലേക്ക് വരികയാണ്. അപ്പോൾ സെൻട്രൽ സ്റ്റോറിൽ ഇത് ഹാൻഡിൽ ചെയ്ത് അത് ഓരോ സെക്ഷൻ വൈസ് ഓരോ സ്ഥലത്തേക്ക് ഡിവൈഡ് ചെയ്ത് ഓരോ സെക്ഷൻ വൈസിലേക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കാൻ അതിനുള്ള ഡിലേ വരാനുള്ള ചാൻസ് ഉണ്ട്. ലാസ്റ്റ്, ത്രൂ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സപ്ലൈസ് ആൻഡ് ഡിസ്പോസൽ. ഇത് നമ്മൾ കോൺട്രാക്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു ടീമിനായിട്ട് നമ്മൾ ഇത് ഉറപ്പിക്കുകയാണ്. എന്നാൽ അവരായിട്ട് നമ്മളൊരു ഡീൽ ഉറപ്പിക്കുകയാണ്. എന്നാൽ അവർ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്കാണ് തരിക എന്നുള്ള ഒരു ഇതാണ്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സപ്ലൈസ് ആൻഡ് ഡിസ്പോസൽ പ്രൊവൈഡ് സപ്ലൈ ഓഫ് ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് അറ്റ് റിലേറ്റീവ്ലി ചീപ്പർ റേറ്റ് ഫോർ ഡിഫറെൻറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ. ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് എൻറ്റേഴ്സ് ഇൻ എ കോൺട്രാക്ട് വിത്ത് വേരിയസ് ഓർഗനൈസേഷൻ ഫോർ സപ്ലൈ ഓഫ് certain മെറ്റീരിയൽസ് വേരിയസ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഡ്യൂറിങ് ദ ഇയർ അറ്റ് അഗ്രീഡ് റേറ്റ്. കാരണം ഒരു എത്രയാണോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺട്രാക്റ്റ് ഉറപ്പിച്ച് അഗ്രീഡ് റേറ്റിൽ ആണ് കൊടുക്കുക. ചീപ്പർ റേറ്റ് ആയിരിക്കും. കാരണം മാർക്കറ്റിൽ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്കത് കുറച്ച് കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ദീസ് സപ്ലൈസ് ഹാവ് ടു സർട്ടിഫൈ ദാറ്റ് they shall not supply to other purchasers same material at lesser rate during the contract year. നമ്മുടെ കോൺട്രാക്റ്റ് ഇയറിൽ നമുക്കായിരിക്കണം അവർ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ സാധനം തരുന്നത്. നമുക്ക് തരുന്നതിനേക്കാളും കുറച്ചിട്ട് അവർ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. ഇതാണ് ഇതിലെ ഒരു മെയിൻ ഇത്. വേറെ ആർക്കും കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കും കുറച്ച് തരണം. അപ്പോൾ നമുക്ക് നമ്മളായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന മറ്റ് കമ്പനികളായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും ഇങ്ങനെ ഡയറക്റ്റ് ഡീൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇതാണ് ഇതിനോടുള്ള ബെനിഫിറ്റ്. ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.